ഓംകാര ചരിത്രമാകാൻ പോകുന്ന മലയാള സിനിമ. സ്റ്റാർ വീര യൂട്യൂബ് ചാനലിലെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്ത താവയ്ക്കൽ വാട്ടർഫാൾസും കടവുമാണ് ഈ ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്ന്. കാണാം താവയ്ക്കൽ വാട്ടർഫാൾസിലെ ലൊക്കേഷനും സിനിമാ വിശേഷങ്ങളും. സുധീർ കരമനയാണ് ഇതിലെ പ്രധാന വേഷം ചെയ്യുന്നത്. സുധീർ കരമനയുടെ 200ാമത്തെ ചിത്രമാണ് ഇത്. ഗുജറയിലെ സിനിമാ ലൊക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട കരമന സുധീരേട്ടൻ. നമസ്കാരം. നമ്മുടെ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ആളുകളാണ്. കാരണം ഒരുപാട് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഷൂട്ട് നടക്കുന്നത് ബിദുരയിലാണ്. ബിദുരയിൽ ഈ പടം ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഓംകാര മാത്രമല്ല, മറ്റ് 3-4 ചിത്രങ്ങളുടെ ലൊക്കേഷൻ ബിദുര വന്നിരിക്കുകയാണ്. നമുക്കൊക്കെ വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ചലച്ചിത്രം എന്ന് പറയുന്നത്, സിനിമാ ഷൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു വളരെയധികം എത്രയോ കാലം നിന്നത്. മദ്രാസ്, ഇന്നത്തെ ചെന്നൈയൊക്കെ വരുന്നതിന് മുമ്പേ തിരുവനന്തപുരം ഒരു ലൊക്കേഷനായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം തിരുവനന്തപുരവും ചെന്നൈയുമായി, അത് കഴിഞ്ഞ് പൂർണ്ണമായി തിരുവനന്തപുരത്തിൽ നിന്നും എല്ലാം മാറി എറണാകുളം എന്ന് പറയുന്ന ഒരു സിനിമ ഹബ്ബായി മാറി. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന നമ്മളെ സംസ്ഥാന തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഒരുപാട് തരത്തിലുള്ള ലൊക്കേഷന് വേണ്ടി, സിനിമാ ഷൂട്ടിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. പ്രകൃതിരമണീയമായ കല്ലാറും പൊന്മുടിയും ബിദുരയും, അതുപോലെ തന്നെ നമ്മളുടെ തീരദേശ പ്രദേശമായ കോവളവും വിഴിഞ്ഞവും, അപ്പുറമായ നമ്മുടെ ശംഖുമുഖവും എയർപോർട്ടും എല്ലാം ഒരുപാട് ലൊക്കേഷനും ഒരുപാട് സൗന്ദര്യം നിറഞ്ഞ ഒരു തീരദേശ പ്രദേശമാണ് നമ്മുടെ തിരുവനന്തപുരം. ലൊക്കേഷനാകുന്നതിൽ വളരെയധികം സന്തോഷം. തിരുവനന്തപുരം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. താങ്ക് യു ചേട്ടാ. മകനോ മേറനോ അമ്മനോ ചിങ്കനോ ഇതിപ്പോൾ ഷൂട്ട് നടക്കുന്ന ഓംകാര എന്ന് പറയുന്ന ചിത്രമാണ്. ശ്രീ KR ഉണ്ണി സംവിധാനം ചെയ്യുന്ന, ശ്രീ രാജേഷിൻ്റെ തിരക്കഥയും തിരക്കഥയിലും വരുന്ന ഒരു വ്യത്യസ്ത പ്രമേയത്തിലൂടെ, എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വ്യത്യസ്ത പ്രമേയമെന്ന്. തീർച്ചയായും നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ തന്നെ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു വിഷയത്തിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. ഇതിന് തീർച്ചയായും പല ലൊക്കേഷൻസും സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാം പോയി അന്വേഷിച്ചുവെങ്കിലും അവസാനം അവർ കണ്ടെത്തിയ സ്ഥലമാണ് ബിദുരയും കല്ലാറും ഒക്കെ. മാവിലൻ ഗോത്ര വിഭാഗത്തിന്റെ ഭാഷയായ മറുകോടിയിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രമാണ് ഓംകാര.
മറുകോടി ഭാഷയ്ക്ക് ലിപികളില്ല. ആന കുലയത് അപ്പയേറെ അമ്മയേറെ. കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മാവലാൻ സമുദായവുമായി ബന്ധപ്പെട്ട് അവരുടെ സംസ്കാരം, അവരുടെ ജീവിതം, അവരുടെ കല, സാഹിത്യം, സംഗീതം ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണ് ഒങ്കാറ. ഒങ്കാറ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തെയ്യത്തിനാണ്. ഒരു തെയ്യക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഈ ഒങ്കാറയിലൂടെ പറയുന്നത്. ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് സുധീർ കരപ്പനയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഉണ്ണി KR ആണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതൊരു കമേഴ്ഷ്യൽ സിനിമയായിട്ടല്ല നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ മറ്റൊരു തരത്തിലുള്ള പിന്നീട് ചരിത്രമാവാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്. നമസ്കാരം. സുധീർ കരമന നായകനായിട്ട് ഞങ്ങളൊരു തെയ്യം ബേസിൽ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഷൂട്ട് നടക്കുന്നത്. ഒങ്കാര എന്നാണ് സിനിമയുടെ പേര്. ഒരു പ്രത്യേക ഗോത്ര സമുദായത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥയും പശ്ചാത്തലവും രചിക്കുന്നത്. അവരുടെ നാടൻ പാട്ടുകളും അവരുടെ കലാരൂപങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്. ഈ സിനിമയിലെ നിങ്ങൾ കണ്ട ഈ താവയ്ക്കൽ ലൊക്കേഷൻ്റെ മുഖച്ഛായ ചെറുതായെന്ന് മാറുകയാണ്. കാരണം ബലിക്കടവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ഈ കാണുന്നത്. ഇനിയും ഒത്തിരി ടൂറിസം സാധ്യതയുള്ള ഈ താവയ്ക്കൽ വാട്ടർഫാൾസ് നിരവധി സിനിമകൾക്ക് ലൊക്കേഷനാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിൽ നിൽക്കുന്ന താരത്തിൻ്റെ റിലീസാകാൻ പോകുന്ന സിനിമയുടെ ലൊക്കേഷനും വിശേഷങ്ങളുമായി അധികം താമസിയാതെ ഒരു വീഡിയോ വരുന്നുണ്ട്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. Signing out from Star Vidira by Sachik Vidira.